KT സൊറ പറയാം. 1961 മുതൽ 2026 നിൽക്കുമ്പോൾ ഒരു നാട്ടിലുള്ള എല്ലാ വ്യക്തികളും അറിയപ്പെടുന്ന ഒരു വ്യക്തിനെ കൊണ്ട് എന്തൊക്കെ ഒരു നാടിനു വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ചെയ്യാൻ കഴിയും അത് തെളിയിച്ച, നമുക്കെല്ലാവർക്കും അറിയുന്ന, എൻ്റെ സമപ്രായക്കാരായ ആളുകൾക്കും അതോടൊപ്പം തന്നെ മറ്റു മുതിർന്ന ആളുകൾക്കൊക്കെ അറിയുന്ന എടത്തനാട്ടുകര നാലുകണ്ടം സ്വദേശി പള്ളിപ്പറ്റ ഏനോക്കെയാണ് ഇന്ന് നമ്മോടൊപ്പം സൊറ പറയാൻ വന്നിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഏനാക്കാനോട്ടിനെ ചോദിക്കാം. ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ നിൽക്ക്, ഞാൻ എൻ്റെ ജന്മം തന്നെ എത്തിങ്കാന ഭാഗത്താണ്. എത്തിങ്കാന പള്ളിപ്പറ്റ ബിസിനസ്സുകാരനായ തറയിക്കുട്ടി എന്ന് പറയുന്ന ആളെ എല്ലാവരും അറിയപ്പെടും. അത് നാട്ടിൽ കൂടി ഇന്നലെ ചുക്ക് കുരുമുളകൊക്കെ എടുത്ത് നടക്കുന്ന ഒരാളാണ്. അയാളെ മകനായിട്ടാണ് ഞാൻ 1961 ജനിച്ചത്. 61 ജനിച്ച് 65 ഞാൻ എന്നെ മദ്രസയിൽ ചേർത്തു. അന്ന് മദ്രസ പഠനമാണ് മെയിനായിട്ട് നടക്കുന്നത്. അപ്പോൾ എൻ്റെ കുടുംബങ്ങളൊക്കെ അന്ന് പറയും, മറ്റേ CHൻ്റെ ഒരു ഓർഡർ ഉണ്ട്, നിങ്ങൾക്ക് അറബി അധ്യാപകനാകണം എന്നൊക്കെ ഉദ്ദേശത്തോടുകൂടി. അപ്പോൾ എന്നെ അറബി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ഉദ്ദേശം. സ്കൂളിൽ മദ്രസയിൽ ചേർത്തു. പക്ഷെ ഞാൻ ഒരു ദിവസം പോലും മദ്രസയിൽ പോകാത്ത സാഹചര്യമാണ് ഉണ്ടായത്. അപ്പം എന്നെ നിർബന്ധിച്ചുകൊണ്ട് അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എടത്തനാട്ടിലെ ആദ്യത്തെ സ്ഥാപനമായ എടത്തനാട്ടുകര അനാഥശാല 1949 സ്ഥാപിച്ചാണ് ആ സ്ഥാപനം. അന്നത്തെ ആ സ്ഥാപകർ തോരക്കാട്ടിൽ മമ്മൂട്ടി ഹാജി, തയത്തപീഡിയ ആലുമൗലവി, തോരക്കാട്ടിൽ കുഞ്ഞീനുവാക്ക, അതുപോലെ തന്നെ മുണ്ടഞ്ചേരി കാലി സാഹിബ്, പുത്തങ്കോട്ട് പോക്കു ഹാജി, പള്ളിപ്പറ്റ മുഹമ്മദ് കാക്ക, ഇവരൊക്കെ കൂടി ഉണ്ടാക്കിയ പറപ്പൂർ അദ്രഹ മൗലവിയുടെ നേതൃത്വത്തിലാണ് ഈ സംഘടന രൂപീകരിച്ചത്. അന്നത്തെ ആ സംഘടനയുടെ പേര് ഹിദായത്തുൽ മുത്തഖീൻ കമ്മിറ്റിയാണ്. ഇന്നും അതിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് രേഖയിലൊക്കെ. ആ ഹിദായത്തുൽ മുത്തഖീൻ കമ്മിറ്റി സ്ഥാപിച്ച സ്ഥാപനത്തിൽ ഞാൻ അവിടെ മദ്രസ ചേർക്കാൻ, അപ്പോൾ അന്ന് അവിടെ വണ്ടൂര്, തിരൂര്, വാണിയമ്പലം, തൊടുപ്പലം, നിലമ്പൂർ എന്നൊക്കെ കുട്ടികളെ ചേർക്കാറുണ്ട്. അതായത് ഇവിടെ പുത്തൻ പ്രസ്ഥാനം എന്ന നിലയിൽ മദ്രസയിൽ ചേർക്കാൻ വേണ്ടി ചേർക്കലുണ്ട്. അപ്പോൾ എൻ്റെ വാപ്പ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന 65 സെക്രട്ടറി ആയിരുന്ന അദ്വാജി, തോരക്കണ അദ്വാജിനോട് ചോദിച്ചു, ഇവനവിടെ ഈ എത്തിങ്ങാലും ചേർക്കൂ, ഇവൻ മദ്രസ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അബ്ദുവാജി ഉടൻ തന്നെ മദ്രസ ചേർക്കാൻ വേണ്ടി അന്നത്തെ സദർ മുദരിസൊക്കെ ആയിരുന്ന മർഹൂം ഈ അഹമ്മദ് മൗലവിയാണ് അന്നത്തെ സദർ, അവിടുത്തെ മദ്രസയുടെ സദർ. ഇപ്പം സർഫുൽ മുസ്ലിം അറബിക് കോളേജിൻ്റെ സ്ഥാപക നേതാവാണ് സർഫുൽ മുസ്ലിം കോളേജിൻ്റെ. അതുപോലെ തന്നെ ഇന്ന് കാണുന്ന ആ കെട്ടിടത്തിൻ്റെ ഒക്കെ ഉടമ. അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്തായാലും മദ്രസയിൽ വന്നിട്ടെ. അങ്ങനെ മദ്രസയിൽ ഞാൻ പഠനം തുടങ്ങി. എന്നെ ആദ്യമായി എൻ്റെ ക്ലാസ്സിൽ ഞാൻ 5 കൊല്ലം പോകാത്ത ആ വിഷമം തീർത്തത് ആ കാലത്താണ്. ബഹുമാനൻ അന്നത്തെ അവിടുത്തെ അധ്യാപകനായ എല്ലാവർക്കും അറിയപ്പെടുന്ന നെല്ലോണ മൗലവി TP മുഹമ്മദ് മൗലവി, തിരുവാലപ്പറ്റയാണ് വീട്ടുപേര്. നെല്ലോണ മൗലവിൻ്റെ ക്ലാസ്സിലാണ് എന്നെ ആദ്യമായി ചേർത്ത്. അദ്ദേഹം നല്ലോണം പരിശ്രമിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനൊരു അറബിയൊക്കെ എഴുതാനും വായിക്കാനായത്. അങ്ങനെ ഞാൻ 5ാം ക്ലാസ് കഴിഞ്ഞു. 4ാം ക്ലാസ് കഴിഞ്ഞ് എത്തിങ്ങാന സ്കൂളിൽ നിന്ന് എല്ലാവരും നാലുകണ്ട സ്കൂളിലേക്കാണ് പറഞ്ഞയക്കുന്നത്. എത്തിങ്ങാനെ കുറിച്ചുള്ള ഒരു പുതിയൊരു വിവരമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ പൂർവികരെ ഒരുപാട് ആളുകൾ എത്തിങ്ങാനയിൽ ചേർന്ന് അവിടെ ജീവിച്ചു പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇതിനൊക്കെ ആ കാലഘട്ടത്തിൽ ഇതിനൊക്കെ അവിടെ താമസിച്ചിട്ടുണ്ടോ? അന്ന് നമുക്ക് താമസിക്കാൻ സൗകര്യമുണ്ട്. പക്ഷെ ഞാൻ താമസിക്കുന്നില്ല. ഞാൻ താമസിക്കായിരുന്നു, റിക്കാർഡിക്കലായിട്ട് ഞാൻ താമസിക്കായിരുന്നു. പക്ഷെ ഞാൻ താമസിക്കില്ല. ഞാൻ രാത്രി എത്തിങ്ങാന്ന് ഭക്ഷണം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ കിടക്കാൻ പോകും, ആരും അറിയാതെ. എനിക്ക് പല പ്രാവശ്യം എന്താ വെച്ചാൽ രാവിലെ സുബൈക്ക് നീച്ച് കുളിക്കാൻ പോകണം. അപ്പോൾ അതൊന്നും എനിക്ക് സാധിക്കൂല. അപ്പോൾ ഞാൻ രാവിലെ ഭക്ഷണം കഴിച്ചേക്ക് ഞാൻ അന്ന് മുങ്ങും, വീട്ടിൽ പോയി കിടക്കും. കുട്ടികളൊക്കെ കുളിച്ച് വരുമ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് ഇവിടെ
അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെയാണുള്ളത്. കൂടെ ഉണ്ടായിരുന്നവരെ കുറിച്ച് ഓർമ്മയുണ്ടോ? അന്ന് താമസിച്ചപ്പോൾ നമ്മളിവിടെ അത്തപ്പ നമ്മളെ കൂടെ ഉണ്ടായിരുന്നതാണ്. അതൊരു അലി, ചാലിയൻ അലി, അങ്ങനെ കുറെ ആൾക്കാരൊക്കെ നമ്മളെ കൂടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പിന്നെ എനിക്ക് പുറത്തുനിന്നുള്ള ആൾക്കാരാണ് ഗ്യാങ്. എത്തിങ്ങാലെ കുട്ടികളെല്ലാം. പിന്നെ വാണിയമ്പലത്ത് തൊടുവപ്പലം ഉള്ള ആൾക്കാരാണ് കൂടുതൽ. വണ്ടൂര്, കാവനൂര്, എളയൂര് ഉള്ള ആൾക്കാരാണ്. ഒരു കാലത്ത് എത്തീങ്ങാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു താങ്ങും തണലുമായിരുന്ന ഒരുപാട് ആളുകൾക്ക്, ഒരുപാട് കുടുംബങ്ങൾക്ക് ഒരു ആശ്വാസമായിരുന്ന ഒരു സംവിധാനമായിരുന്നു. പല നാടുകളിലുണ്ട് എത്തീങ്ങാന. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള എത്തീങ്ങാനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകൾ, അവിടെ താമസിച്ച് പഠിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരുമായൊക്കെ ചില സമയങ്ങളിൽ സംസാരിക്കാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ ശരിക്കും ഞങ്ങളടങ്ങുന്ന തലമുറക്കൊന്നും, ഞങ്ങളൊക്കെ എത്രേ നല്ല രൂപത്തിൽ ജീവിച്ച് നമ്മളെ രക്ഷിതാക്കൾ ആ രൂപത്തിൽ കൊണ്ടുവന്നതാണ്. പക്ഷെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇതൊക്കെ സഹിച്ച് എങ്ങനെയായിരുന്നു അവിടുത്തെ ഭക്ഷണ രീതിയൊക്കെ? അന്ന് ഗോതമ്പും പച്ച റേഷൻ വീട്ടിൽ കിട്ടിയവരും വെച്ച് മിക്സ് ചെയ്തിട്ടാണ് കഞ്ഞി കുടിച്ചിരുന്നത്. എത്തിങ്ങാലെ കുട്ടിയേക്കും അങ്ങനെ തന്നെ. അന്ന് ഈ മഹമ്മദാക്കാണ്ട് പോയി തൂടാ. അവളിപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. 95 വയസ്സുള്ള അയക്കണം. മൂപ്പർ രാവിലെ സെഞ്ചി എടുത്ത് ഇറങ്ങിയാൽ ഒരു വൈകുന്നേരം ആകുമ്പോൾ കൂടി ചുരുങ്ങിയതൊരു 6-5 പറ അരി വീക്കും. അത് അരി ഏറ്റാൻ കൊണ്ടുപോകും ഞങ്ങളെ. ഞാനെൻ്റെ കൂടെ പോവും. ഇവിടെ എല്ലാ വീടുകളിലും പോവും. ഞങ്ങൾക്ക് അതിൽ രസകരമായിട്ടൊരു സംഭവമുണ്ട്. ഈ മമ്മണ്ണിയാജിൻ്റെ, കാപ്പുങ്കൽ മമ്മണ്ണിയാജിൻ്റെ പിന്നെ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു, ബീത്താത്ത എന്തോ തോന്നുന്ന പേര്. മൂപ്പത്തേര് ഞങ്ങളെ കഞ്ഞി കുടിക്കാൻ 11 മണിയാകുമ്പോൾ കുടിക്കും. വേണമെങ്കിൽ കുടിച്ചോളിന്നറിയും. അപ്പം ഞങ്ങൾ ആ കഞ്ഞിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഓടും. ഞങ്ങൾ ഇയാളെ കൂടെ ഞങ്ങൾ ഇയാള് അവിടെ കുട്ടിപ്പാക്ക ഉണ്ട്, അവിടെ മടത്തോടെ കുട്ടിപ്പാച്ചി ഉണ്ടായിരുന്നു. അവിടെ പോയി അവിടെ പിരിക്കുമ്പോഴേക്കും ഇയാൾ വിളിച്ചു കഞ്ഞി കുടിച്ചാൽ 3 മണി അറിയും. അപ്പൊ ഈ കഞ്ഞിക്കൊക്കെ വേണ്ടി ഞങ്ങൾ ഈ മയമാക്കാന്റെ പിന്നാലെ പോവും. മയമാക്ക ഓരോ ഭാഗത്ത് തെങ്ങുണ്ടായിരുന്നു. അപ്പൊ തേങ്ങടാൻ ഞങ്ങളെ കൊണ്ടുപോകും. അപ്പൊ തേങ്ങ ഉണ്ടാവും. അപ്പൊ എന്താണോ, ഒരു വീട്ടിൽ നിന്ന് പോയി ആ തേങ്ങ ഒന്ന് വാങ്ങിക്കും, പൊട്ടിച്ച് ഞങ്ങൾ കഴിക്കും, വെള്ളം കുടിച്ചു. ആ വീട്ടുകാർ എന്നൊക്കെ സപ്പോർട്ടാണ്. അപ്പൊ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തേങ്ങടാനും പോകും. അങ്ങനെ ഏറ്റവും കൂടുതൽ പിന്നെ പോയി നമ്മളെ പോത്തുകളെ ചെയ്തലാക്കാൻ്റെ വാപ്പ പോക്കരാക്കല്ല, എന്താ മോമാക്ക, മൂപ്പരുടെ തെങ്ങ് ഇപ്പോഴും ഉണ്ടോ സംശയമുണ്ട് എനിക്ക്. അന്ന് ഓരോ തെങ്ങുകളായിരുന്നു. എനിക്ക് തരാം. അതിൽ ഞങ്ങൾക്ക് പൈസ തന്നെ ഒരു ആളുണ്ടായിരുന്നു ഇവിടെ, നമ്മൾ റേഷൻ കുട്ടിപ്പാക്ക. എത്തിങ്ങാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു പേര് എത്തിങ്ങാനായിട്ട് ഞങ്ങളാണ്. ഞങ്ങൾക്ക് 5ഉം 10ഉം പൈസ. അതുപോലെ തന്നെ ഉമ്മറാജി പറപ്പിട്ട് ഉമ്മറാജി ഞങ്ങൾക്ക് നോൽമ്പിനൊക്കെ പൈസ തരും. അപ്പൊ ഞാൻ ഒരു ദിവസം 7 ഷർട്ട് ഇട്ട് വന്നു. ഷർട്ട് മൂപ്പര് നോക്കണ്ട, ആളെ മൂത്തേക്ക് നോക്കണില്ല. അന്നത്തെ കാലത്ത് 1 ഉറുപ്പ്യാണ്. അപ്പൊ അന്ന് അവിടെ ഒപ്പം ഒരു കുട്ടിപ്പാക്കര ഒരു വെറ്റിൽ മുറിക്കേണ്ട ആളുണ്ടായിരുന്നു. മൂപ്പര് ഈ കുട്ടി ഇത് കുറെ ദിവസമായി വരുന്നതാണ്. അപ്പോൾ ഞാൻ അപ്പം വരാടാണ് ഞാൻ വേണ്ടിയിട്ട് 7 പ്രാവശ്യമായി. പിന്നെ ഞാൻ വേറെ ഷർട്ട് ഇട്ടപ്പോൾ ചെന്നു. അങ്ങനെ ഒരു പ്രാവശ്യം 27 പ്രാവശ്യം മഹാരാജിന്റെ അവിടുന്ന് പൈസ വാങ്ങി. അവിടെ പിലാവ് ഉണ്ടായിരുന്നു, ചെറിയ ചക്കുള്ള പിലാവ്. ഈ പിലാവുമ്പോൾ ഞങ്ങൾ സ്കൂളിട്ട് വരുമ്പോൾ സ്കൂള് 12 മണിക്ക് വിടും, ഷിഫ്റ്റാണ്. അപ്പം ഞങ്ങൾ എന്നിട്ട് 12 മണിക്കൊന്ന് വിട്ട് നേരത്തെ എത്തിങ്ങാലെ കുട്ടികളൊക്കെ പാടെ കൂടിയിട്ട് ഉമ്മറാജി താത്ത ഒന്നും പറയില്ല. ഉമ്മറാജി താത്ത ഒന്നും പറയില്ല, എത്തിങ്ങാലെ കുട്ടികളെല്ലാം തിന്നോട്ടെ അറിയും. എന്നാൽ ഉമ്മറാജികൾ അങ്ങനെ പേടി ഞങ്ങൾക്ക്. മുമ്പ് ഒരു അദ്വൈതിനോടൊക്കെ വിളിച്ച് പറയും. അല്ലെങ്കിൽ എത്തിങ്ങാലിൽ മഴമൂലരുണ്ടായിരുന്നു, അവിടെ വന്നോ, ഭയങ്കര ഒരു ഉസ്താദായിരുന്നു. കാരണം പേടിയാണ്, ആളൊന്നും ചെയ്തിട്ടല്ല. അപ്പം മൂപ്പരെല്ലാം പറയാം എന്നൊക്കെയുള്ള പേടിയിൽ ഞങ്ങൾ ഇന്ന് പോകും. ഇങ്ങനെയൊക്കെ രസകരമായിട്ട് ജീവിതമായിരുന്നു ഞങ്ങളത്. എടത്തനാട്ടുകര എത്തിങ്ങാനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് അറിവുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അറിയാവുന്നതാണ്. അത് എൻ്റെ അനുഭവത്തിലല്ല, നിങ്ങളെപ്പോലുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വിവരങ്ങൾ. എന്തായാലും നമ്മൾ എത്തിങ്ങാനൻ്റെ ആ ഒരു ചർച്ച അവിടെ നിൽക്കട്ടെ. അടുത്തത്, എത്തിങ്ങാനയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തുടർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. എങ്ങനെയായിരുന്നു തുടർ വിദ്യാഭ്യാസം പിന്നീട്? 4 സ്കൂളിലെ അന്നത്തെ മാഷ്, തിരുവാലപ്പറ്റ ഉമ്മർ മാഷുണ്ട്. ഉമ്മർ മാഷ് പറഞ്ഞു, എത്തിങ്ങാനിൽ പഠിക്കുന്ന ചേർത്ത കുട്ടികളൊക്കെ
4ൻ്റെ സ്കൂളിൽ വന്ന് പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അത് എനിക്ക് 4ൻ്റെ ഇഷ്ടമല്ല, എനിക്ക് കോട്ടപ്പള്ളിയിൽ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ യത്തീംഖാനയിൽ ആ വർഷം 5ാം ക്ലാസ്സിൽ കൊണ്ടു ചേർത്തത് എന്നെ മാത്രമാണ്. ബാക്കിയുള്ളതിലൊക്കെ ഈ ഉമ്മർ മാഷ് നിർബന്ധ പ്രകാരം അവിടെ 4ൻ്റെ സ്കൂളിൽ ചേർത്തു. കാരണം ഉമ്മർ മാഷ് ആ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്സവത്തിനാണ് അവിടെ ചേർക്കുക. പക്ഷെ എനിക്കുള്ള ഉദ്ദേശം ഇവിടെ അറബി അധ്യാപകനാകണം എന്നുള്ള ഒരു ഉദ്ദേശം തന്നെ ഉണ്ട്. ആ നിലക്കാണ് ഞാൻ ഇവിടെ വന്ന് ചേർന്നത്. അങ്ങനെ അന്നത്തെ 5ാം ക്ലാസ് നമ്മളെ പുത്തമ്പള്ളീൻ്റെ അടുത്തുള്ള ഒരു മദ്രസയിലുണ്ട്. ആ മദ്രസയിലായിരുന്നു ക്ലാസ്. അന്നത്തെ എൻ്റെ ക്ലാസ് മാഷ് പുലിയിൽ നാരായണ മാഷാണ്. ആ നാരായണ മാഷാണ് എൻ്റെ അധ്യാപകന്. അങ്ങനെ ഞാൻ യത്തീംഖാനയിൽ നിന്ന് ഒരു 12 ഷിഫ്റ്റാണ്. 12 മണിക്ക് ഞാൻ അവിടുന്ന് പോരും, 12 ആകുമ്പോൾ ഇവിടെ എത്തും. അങ്ങനെ ആഴ്ചയിൽ 1-2 ദിവസം ഹാജരാകാറുള്ളൂ. ഇവിടുന്ന് കംപ്ലൈൻറ്റുകളൊക്കെ ചെന്നു. എന്നിരുന്നാലും ഞാൻ സ്കൂൾക്ക് വന്നു. സ്കൂൾ ചെല്ലാത്തൊരു കംപ്ലൈൻറ്റുകൾ അന്നും ഉണ്ടായിരുന്നു. ആ കാലത്ത് ആണ് എൻ്റെ ഈ ഇത് ഇവിടെ ഉണ്ടായിരുന്നത്. ഞാൻ അന്ന് സ്കൂളിൽ വന്നാൽ ഇവിടെ അന്ന് കുറുക്കൻ അബൂബക്കർ ആക്കാൻ ഒരാളുണ്ടായിരുന്നു. ഒരു പലർക്കച്ചവടം ഉണ്ടായിരുന്നു. അയാൾക്ക് ആ പലർക്കച്ചവടത്തിൽ പിന്നെ അവിടെ വന്നാൽ മൂലിൻ്റെ ഒരു മുട്ടായി എടുത്ത് തരും. ആ മുട്ടായി ഇന്ന് ഞാൻ പോവുകയും ചെയ്യും, ക്ലാസ്സിൽ പോകില്ല. ഇങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. ഏനോക്ക ശരിക്കും രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് കണക്ഷനുകളും ഇതൊക്കെ ഉള്ള ആളാണ്. എങ്ങനെയാണ് സ്കൂൾ പഠിക്കുന്ന കാലത്ത് തന്നെ ഉണ്ടായിരുന്നോ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ചുവടുവെപ്പ്? എങ്ങനെയായിരുന്നു അതിൻ്റെ തുടക്കം? ആ കാലഘട്ടത്തിൽ പിന്നെ ഞാൻ സ്കൂൾ വന്നതിന് ശേഷം അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വന്നു. അന്ന് ഞാൻ അവിടെ SFIൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ഒതുക്കുമ്പുറത്തെ കബീർ, അതായത് കുട്ടിപ്പാക്കാൻ്റെ പേരക്കുട്ടി കബീറാണ് മത്സരിക്കുന്നത്. ഓപ്പോസിറ്റായിട്ട് വേറെ 6 മത്സരിക്കുന്നുണ്ട്. അപ്പം ഞാനും മത്സരിക്കാൻ വേണ്ടി കബീർ അന്ന് ക്ലാസ് ലീഡറായ എന്നെ അന്വേഷിച്ച് വന്നു. അന്ന് ഞാൻ ക്ലാസ് ലീഡറാണ് 5ാം ക്ലാസ്സിൽ. എന്നെ അന്വേഷിച്ച് വന്നപ്പോൾ ഞാൻ കാരണം ഞാൻ സപ്പോർട്ട് ചെയ്യൂലെന്ന് പറഞ്ഞു. ഇതറിഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ കോട്ടപ്പള്ള സ്കൂളിലേക്ക് തിരിഞ്ഞ് വന്ന് കബീർ അന്ന് ജയിച്ച് സ്കൂൾ ലീഡറായി. പ്രതിപക്ഷത്ത് ഞാനും മാത്രമാണുള്ളത്. അന്ന് ക്ലാസ് ലീഡർമാരെ തിരഞ്ഞെടുത്തിട്ടുള്ളവർ. അങ്ങനെ എൻ്റെ ഈ മണം എൻ്റെ ഉള്ള അലതൻ്റെ മണ്ണാർക്കാട് MES കോളേജിലുള്ള ഇപ്പം PSC മെമ്പറായി റിട്ടയർഡ് ചെയ്ത P. ശിവദാസൻ ഉണ്ട്. ശിവദാസൻ ഒരു ദിവസം രാവിലെ JBT ബസ്സിൽ എന്നെ കാണാൻ വരുന്നുണ്ട്. ആ JBT ബസ് വന്നിട്ട് കണ്ടിട്ട് എന്നോട് ഇവിടെ KSU രൂപീകരിക്കണം എന്ന് പറഞ്ഞു. അല്ല അത് ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങനെ തിരിച്ചു പോയി ഈ ശിവദാസൻ. പിന്നെ ഒരു ആഴ്ച കഴിഞ്ഞിട്ട് മധുവും ശിവദാസനും കൂടിയിട്ട് ശരിക്കും KSU ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ? 81 അല്ല, KSU ഇവിടെ ഉണ്ടാക്കിയത് അതിന് 76-ലാണ്. 76-ൽ നമ്മളിവിടെ KSU ഉണ്ടാക്കിയിട്ടുണ്ട്. KSU ഉണ്ടാക്കി 77-ൽ ഞാൻ മത്സരിച്ചിട്ടുണ്ട് KSUവിൻ്റെ ആയിട്ട്. ഞാൻ പരാജയപ്പെട്ടു. എനിക്കന്ന് എന്നെ എതിരായിട്ട് മത്സരിച്ച് നെച്ചുള്ളി രാധ, ചളവത്തുള്ള രാധ എന്ന് പറഞ്ഞ ഒരു SFIക്കാരനായിരുന്നു. അവൻ മരിച്ചുപോയി. അവൻ എനിക്കെതിരെ മത്സരിച്ച് അവൻ ജയിച്ചു, ഞാൻ തോറ്റു. സ്കൂൾ ജീവിതത്തിനിടയിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ചുവടുവെപ്പ് വെക്കുകയും KSU എന്നുള്ളൊരു സംഘടന വന്ന് ആ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലുള്ള KSUവിൽ വർക്ക് ചെയ്തിരുന്ന ആരെങ്കിലും കുറിച്ച് ഓർമ്മ ഉണ്ടോ? അങ്ങനെ അന്ന് ഞാൻ ഈ ശിവദാസിൻ്റെയും മധുവിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഞങ്ങളുടെ KSU രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് KSUവിൻ്റെ ലീഡറായിട്ട്, സ്കൂൾ ലീഡറായിട്ട് ഞാനാണ് ഇവിടുത്തെ ഫസ്റ്റ് ലീഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. എൻ്റെ ജൂനിയറാണ് നമ്മളെ ഇപ്പോൾ പാറക്കുട് ഷാജാൻ കുഞ്ഞിപ്പ, അവലൊക്കെ എൻ്റെ ജൂനിയറാണ്. അതുപോലെ കാപ്പിൽ സലാം, പിന്നെ പാറക്കുട് സുബൈർ നാണി, ഇവരൊക്കെ എൻ്റെ അന്നത്തെ ജൂനിയറാണ്. പക്ഷെ അവരൊക്കെ KSU ആയിട്ട് ഞങ്ങളോട് വളരെ സഹകരിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏനോക്കാൻ്റെ രസകരമായിട്ടുള്ള കഥകൾ നമ്മളെ ഏജിൽപ്പെട്ട ആളുകളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നതാണ്. നല്ല രസകരമായിട്ടുള്ള കുറേ കോമഡികളൊക്കെ കൂട്ടിയിട്ടാണ് ഞങ്ങളത് പറഞ്ഞ് ഫലിപ്പിക്കാറ്. രസമായിരിക്കും ആ പറയുന്ന സംഭവം. അതിൽപ്പെട്ട ഒരു സംഭവമുണ്ട്. എനിക്ക് തോന്നുന്നൊരു സമരവുമായി, സ്കൂളിലൊരു സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഓർമ്മ ഉണ്ടോ?
അങ്ങനെ ഇവിടെ ഒരു സമരം പ്രഖ്യാപിക്കേണ്ട ഒരു ഘട്ടം വന്നു. അതായത് അന്നത്തെ എൻ്റെ ബുദ്ധിമോശമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്നത്തെ JBT ബസ് ഈ സെൻറ്ററിലായിരുന്നു നിർത്തിയിരുന്നത്, ഈ സെൻറ്ററിൽ. അപ്പോൾ ഞങ്ങൾ ഒരു വിഭാഗം ആൾക്കാർ, കുറച്ച് ആൾക്കാർ അപ്പോൾ അവിടെ നിർത്തണമെന്ന് വാശി പിടിച്ചു. അപ്പോൾ അന്നത്തെ കണ്ടക്ടർ മുത്ത് പറഞ്ഞു, അത് പറ്റില്ല, നിങ്ങൾക്ക് ഇവിടെ 10 പൈസ തരുന്നുണ്ട്, അതിൻ്റെ ഞാൻ ഇവിടെ നിർത്തുള്ളൂ എന്ന് പറഞ്ഞു. ഒരു ദിവസം ഞങ്ങൾ പ്ലാൻ ചെയ്തിൻ്റെ എൻ്റെ നേതൃത്വത്തിൽ തന്നെ ബസ് തടുക്കാന്നുള്ളത്. അങ്ങനെ ഞാൻ 10ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ നിന്ന് ബെല്ലടിച്ചു. അന്നത്തെ പിയൂണ രാമേന്ദ്രൻ ഉണ്ട്. ആ രാമേന്ദ്രൻ പിന്നെ ഞാൻ ബെൽമുട്ടി അടിച്ചപ്പോൾ അന്നത്തെ അധ്യാപകനായിരുന്നു അബൂബക്കർ മൗലവി ഉണ്ടായിരുന്നു. അബൂബക്കർ മൗലവി അന്നത്തെ ഞങ്ങളെ അറബി സെക്കൻഡ് എടുക്കുന്ന ഒരു അധ്യാപകനായിരുന്നു, തിരുവാലപ്പറ്റ അബൂബക്കർ മൗലവി. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ആരെ വെല്ലടിക്കാൻ കൊടുത്തു വെച്ചു. സാറേ അത് അയാൾ പോയി വെല്ലടിച്ചാൽ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചു. അങ്ങനെ കുട്ടികളൊക്കെ ഇറങ്ങി ബസ് എടുത്തപ്പോൾ ഇയാൾ അബൂബക്കർ മൗലവി ബാക്കിൽ വരുന്നുണ്ട്. ബസ് എടുത്തപ്പോൾ ആ ബസ്സിൽ നിന്ന് ഇവിടുത്തെ ഒരു മാന്യ വ്യക്തി, പേര് പറയുന്നില്ല, പിന്നെ അദ്ദേഹം ആരാണ് ഞാൻ കയറിയ ബസ് തടുക്കാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ബസ്സിൽ നിന്ന് ഇറങ്ങി. എൻ്റെ കൂടെ നിന്നവരെല്ലാവരും ഓടി, ഞാൻ മാത്രമാണ് ബാലൻസ് വന്നത്. അങ്ങനെ ഞാൻ ആ സമരത്തിൽ ഞാൻ പരാജയപ്പെട്ടു. പിറ്റേന്ന് എമർജൻസി ആയിട്ട് വലിയ PTA മീറ്റിംഗ് കൂടി. PTA മീറ്റിങ്ങിൽ അബൂബക്കർ മൗലവിയോട് അന്നത്തെ അധ്യാപകനായ ഹൈദാസ് മാഷും പിന്നെ സയ്യിദ് അലവി മാഷും പിന്നെ ഇവർ പറഞ്ഞു ക്ലാസ്സിൽ എടുക്കണം എന്നാണ്. അന്ന് ക്ലാസ്സിൽ എടുക്കാൻ പറ്റില്ല, രക്ഷിതാവ് വരാൻ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ആര്, അബൂബക്കർ മൗലവി. അതിന് പരിഹാരം മാറിയിട്ട് അന്ന് അവിടെ താമസിക്കുന്ന നമ്മളെ അടുത്ത അമ്പാട്ടർ അംസാക്ക ഉണ്ടായിരുന്നു. ഞാൻ അവൻ്റെ എളാപ്പാനെ കൊണ്ടുവരാം, ക്ലാസ് സ്വീപ്പാക്കണ്ട. അവൻ ബെല്ലടിച്ചപ്പോൾ കുട്ടികൾ ഇറങ്ങിപ്പോയി. കുട്ടികൾക്ക് ചാൻസ് കിട്ടിയ കൊണ്ടോളൂ, ബെല്ലടിച്ച് ഞാൻ ഇറങ്ങിപ്പോയി. ഇങ്ങനെയായൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ ഈ സ്കൂൾ ജീവിതത്തിലുണ്ടായ സംഭവമാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ രസമായിട്ടുള്ളൊരു അനുഭവമുണ്ട്. അതായത് നമ്മൾ സ്കൂൾ പഠനകാലത്ത് നമ്മളാൽ ബുദ്ധിമുട്ട് അനുഭവിച്ച അധ്യാപകരോ അധ്യാപകരെ കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിച്ച സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അധ്യാപകരെ ശരിക്കും നമ്മൾ ഒരിക്കലും മറക്കില്ല. അങ്ങനത്തെ ഓർമ്മയിലെ ഇഷ്ടമല്ലേ അധ്യാപകരെ കുറിച്ച് വല്ല ഓർമ്മയുണ്ടോ? എനിക്ക് ഏറ്റവും സ്നേഹപ്പെട്ട MR ഇന്ത്യ മാഷ് ഉണ്ടായിരുന്നു. അതെനിക്ക് വളരെ സന്തോഷമായിരുന്നു. അതുപോലെ തന്നെ അലനല്ലൂർ വന്നിന് A മുഹമ്മദ് മാഷ്, PT മാഷ്, ഞങ്ങളെ PT മാഷാണ്. PT മാഷ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ സ്വാമിനാഥ മാഷ് വന്നിന്, കുമ്മനമ്പത്തൂർ PT മാഷ്, എനിക്കൊരു നല്ലൊരു മാഷായിരുന്നു. അങ്ങനെ മാഷന്മാരുണ്ട്. ഹരിദാസ് മാഷ് എനിക്ക് എന്നെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ തലോടുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ചോദ്യം ചോദിക്കാനൊരു കാരണം കേട്ടോ. നമ്മളൊക്കെ ലൈഫിൽ ഇതേപോലുള്ള നല്ല സ്നേഹമുള്ള അധ്യാപകർ തലോടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെന്തായാലും ഒന്ന് ഓർത്ത് നോക്കി ഈ വീഡിയോ കണ്ടതിന് ശേഷം. പിന്നെ രസമുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതിനൊക്കെ സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിച്ചിരുന്നൊരു ആളാണെന്ന് കേട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നല്ല രസമുള്ള കോമഡി ചേർത്തിട്ടുള്ള കുറേ രസമായിട്ടുള്ള കഥകൾ ഞങ്ങളിങ്ങനെ കൂട്ടം ഇരിക്കുന്ന സമയത്തൊക്കെ പറയാറുണ്ട്. അതിലേറ്റവും വലിയ കഥാപാത്രം ഇതിനൊക്കെയായിരിക്കും. ആ രസമുള്ള അനുഭവങ്ങൾ, ഒരു സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ ഒരു അനുഭവം ഉണ്ട്, അതൊന്ന് പറഞ്ഞുതരും. ഞാനൊരു യൂത്ത് ഫെസ്റ്റിവലിന് ഞാനൊരു ബെസ്റ്റ് ആക്ടറാണ്. പാലക്കാട് ജില്ലയിൽ 2-3 യുവജനോത്സവത്തിൽ ബെസ്റ്റ് ആക്ടറായിട്ട് സമ്മാനം മേടിച്ച ഒരാളാണ്. അപ്പോൾ ഞാനൊരു നാടകം എഴുതിണ്ടാക്കി, സ്വന്തമായിട്ടൊരു നാടകം എഴുതിണ്ടാക്കിയിട്ട് അവതരിപ്പിച്ചു. എത്തിങ്ങാനിലെ കുട്ടികളെയും ഇവിടെ ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് എനിക്കെതിരായിക്കൊണ്ട് വേറൊരു നാടകം സമത് BSNL ജോലി ചെയ്തതിൻ്റെ സമതുണ്ട്, അവൻ്റെ നേതൃത്വത്തിൽ ഒരു നാടകം വേറെ. പിന്നെ ഇങ്ങനെയൊക്കെ നാടകങ്ങൾ വ്യക്തികൾ തമ്മിലുള്ള മത്സരം പോലെയാണ് നാടകം. അപ്പം ഞാൻ എഴുതിണ്ടാക്കിയ നാടകത്തിൽ വർഷക്കാലത്ത് നടക്കുന്ന ഒരു സംഭവം ഞാൻ വിവരിക്കുന്നുണ്ട്. അത് സമൂഹത്തിൽ പെട്ടെന്ന് കേട്ടാൽ അതൊരു മോശപ്പെട്ട ഒരു വാക്കായിട്ടാണ് എല്ലാവരും ധരിക്കുക. അപ്പോൾ എന്നോട് ഹരിദാസ് മാഷ് ചോദിച്ചു, താൻ എന്താടെ പറഞ്ഞു ചോദിച്ചു. അത് എന്താണ് നാടകത്തിൽ തന്നെ പുറത്താക്കി. അതും അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ശരിക്ക് ഏനോക്കാനോട് ഇതല്ല ഞാൻ ചോദിച്ചത്, ഇതുണ്ട്. പക്ഷേ ഏനോക്ക ഒരു സ്റ്റേജിൽ ഒരു പ്രോഗ്രാം
അവതരിപ്പിച്ച സമയത്ത് ഒരു രസമുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ ടാബിൾ അവതരിപ്പിച്ച അന്നൊക്കെ എൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട്. ബെസ്റ്റ് ആക്ടറാണ് ഞാൻ ഇവിടുത്തെ കോട്ടപ്പള്ള സ്കൂളിലെ. ഞാനൊരു യേശു ക്രിസ്തുവിൻ്റെ അതാണ് ഉണ്ടായത്. അപ്പോൾ യേശു ക്രിസ്തു ഇട്ട ഈ മുണ്ട് പെട്ടെന്ന് അഴിഞ്ഞു പോയി. അപ്പോൾ ഞാൻ കർട്ടൻ താത്തുന്നത് അന്നത്തെ നമ്മളെ ജ്യോതി മാഷ ഉണ്ണിമാഷ ജ്യോതി ഉണ്ട്, ജ്യോതിയാണ് അന്ന് കർട്ടൻ താത്തട കർട്ടൻ താന്നു. ഇങ്ങനൊരു ഞാൻ ടാബിളിൽ നിൽക്കണ ഞാൻ ഉണ്ടാൻ പാടില്ല താത്തടാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് എനിക്കതിന് ബെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അടിയും പിടിയും ബെസ്റ്റ് ആക്ടറായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള മുന്നേറ്റം നടത്തിയും കൊണ്ട് ഏനോക്ക് ഇങ്ങനെ സ്കൂൾ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. SLC കഴിഞ്ഞോ? അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു? എല്ലാവരും എന്നെ എഴുത്തുള്ളൂ. ഞാൻ ക്ലാസ്സിൽ കയറാത്ത ആളും പഠിക്കാൻ പോകാത്ത ആളും നിലക്ക് SLC എഴുതൂല, ജയിക്കൂലായിരുന്നു. ഞാൻ അന്നത്തെ 235 മാർക്കോട് കൂടി അന്ന് പാസ്സായി. ഇതൊരു പോയിൻ്റാണ്. നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ എത്ര കുതിര കളിച്ച് കഴിഞ്ഞാലും ലാസ്റ്റ് റിസൾട്ട് വരുന്ന സമയത്ത് ഒരു പാസ്സായി കയറും. അതാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. SLC കഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രിക്ക് പോയോ? പിന്നെ എന്താണ് ചെയ്തത്? അപ്പോൾ ഞാൻ കോളേജിൽ പോകാനൊക്കെ ഒരു കാരണമുണ്ട്. എല്ലാവരും അന്ന് ഇവിടെ അറബിക് കോളേജ് തുടങ്ങിയ കാലഘട്ടമാണ്. എല്ലാവരും എല്ലാവരും മിസ്കാത്തിലേക്ക് ക്ഷണിച്ചു. അവിടെ ആലപ്പറ്റ അലിമോലിൻ്റെ കോളേജാണ് തോന്നുന്നത്. അങ്ങനെ 2 കോളേജിലാണ്. അതിൽക്കാണ് ക്ഷണിച്ച്. ഞാൻ അന്ന് പോയില്ല. ആലപ്പറ്റ അലവി മൗലവി മദ്രസയിൽ ഒരു അറബിക് കോളേജ് തുടങ്ങിയിരുന്നു. ഈ മദ്രസയിൽ അറബി പഠിക്കാൻ വേണ്ടി. അപ്പോൾ മൂപ്പര ഒരു മകളും ഞാനൊരു ക്ലാസ്മേറ്റാണ്. ആ ബന്ധമൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ആ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഓളെ വാപ്പ് പഠിപ്പിക്കുന്നിടത്തുനിന്ന് ഞാൻ പഠിക്കൂല. അങ്ങനെ ഞാൻ കോളേജിലേക്ക് അഡ്മിഷൻ കൊടുത്തു. കോളേജിലേക്ക് അഡ്മിഷൻ കൊടുത്തപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഇവിടുത്തെ എല്ലാവർക്കും റെക്കമെൻഡേഷൻ പോയി. എന്നെ മാത്രമേ ഇന്ന് ആ റെക്കമെൻഡേഷന് ഒഴിവാക്കി. അതിനുള്ള കാരണം ഞാൻ അതിൽ എന്താണെന്ന് വെച്ചാൽ അന്ന് ഞാൻ അവരുമായിട്ടുള്ള ഡോക്യുമാറായിരിക്കാം എനിക്ക് സീറ്റ് കിട്ടിയില്ല. പക്ഷേ ഇവർ റെക്കമെൻഡേഷൻ ചെയ്ത് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് എനിക്ക് കോളേജിൽ അവിടെ അഡ്മിഷൻ കിട്ടി. അതായത് ഇവര് റെക്കമെൻഡ് ലിസ്റ്റ് വന്നു ചെന്നിരുന്നു. അന്നത്തെ പ്രിൻസിപ്പാള് പിന്നെ മുഹമ്മദ് സാറ്. പിന്നെ ഒരു കാര്യം എനിക്ക് ഒന്ന് ഓർമ്മിക്കാൻ, സെലിവ്യാജി വീണ്ടും അന്ന് ഫോണൊന്നുമില്ല. സെലിവ്യാജി ഒരു എഴുത്ത് വന്നു, അവിടുത്തെ വീണ്ടും അഡ്മിഷൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അതിന് മുമ്പായിട്ട് മമ്മൂട്ടി സാറ് പറഞ്ഞു അവനിവിടെ അഡ്മിഷൻ കൊടുത്തിട്ടുണ്ട്, വേറെ ആള് ബന്ധപ്പെട്ട് അഡ്മിഷൻ കൊടുത്തിട്ടുണ്ട് പറഞ്ഞു. ഇനി ഏത് ഗ്രൂപ്പാണ് ഫൗണ്ടേഷനോട് ഞാൻ പറഞ്ഞു എനിക്ക് 4th ഗ്രൂപ്പ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ 4th ഗ്രൂപ്പ് എടുത്ത് ഞാൻ അവിടെ സജീവ രാഷ്ട്രീയത്തിലായിരുന്നു. KSUവിൻ്റെ സജീവ രാഷ്ട്രീയ താലൂക്ക്, പിന്നെ KSUവിൻ്റെ പ്രസിഡന്റ്, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ ഒക്കെ ആയിട്ടുണ്ട് ഞാൻ. KSUവിൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ഇവിടുന്ന് ഉള്ളത്. പിന്നെ ഇവിടുന്ന് 2 കൗൺസിലർമാരുണ്ടായിരുന്നു. ഒന്ന് പള്ളത്തുമ്മർ, ഒരു കൗൺസിലർ അന്നത്തെ കേസിൽ. ക്ഷോഭ അന്ന് വന്നല്ലോ, ഞാൻ അന്നും പോയിരുന്നു. ശരിക്കും എല്ലാവരെയും വെല്ലുവിളിച്ച് കോളേജിൽ അഡ്മിഷൻ നേടി കോളേജ് ലൈഫ് മുന്നോട്ട് പോയി. രാഷ്ട്രീയപരമായിട്ടുള്ള ഒരുപാട് കോണ്ടാക്റ്റുകൾ ഉണ്ടാക്കി. പിന്നീട് എന്താണ് സംഭവിച്ചത്?